അയ്യോ അമ്മേ. ഈ വഴി പോകുന്ന റിസ്ക, പിൻവാതിൽ വഴി രക്ഷപ്പെടുന്നതാ ബുദ്ധി. ഹലോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. കുറച്ച് നേരത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. ഓക്കെ കാർത്തി. കാർത്തി, കാർത്തി, എന്താ മോനെ, നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ? നിന്റെ ശബ്ദം കേട്ടിട്ടാ ഞാൻ പുറത്തേക്ക് വന്നത്. നീ ഉറങ്ങാതെ ആരോടാ സംസാരിച്ചോണ്ട് നിന്നത്? നാളെ ഉച്ചയ്ക്ക് എനിക്ക് പരീക്ഷയുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിന്റെ നോട്ട്സ് രാത്രി ഒരു കൂട്ടുകാരൻ അയക്കാന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അയച്ചോ? അവൻ നാളെ രാവിലെ വന്ന് വാങ്ങാനാ പറയുന്നത്. മോനെ, രാവിലെ നീ പോയാൽ എങ്ങനെ ശരിയാവുക? നിന്റെ ചേച്ചിയുടെ നിശ്ചയമല്ലേ? ആളുകൾ അന്വേഷിക്കില്ലേ? അതൊക്കെ എനിക്കറിയാച്ചാ. പക്ഷെ പരീക്ഷ നന്നായി എഴുതിയില്ലെങ്കിൽ എല്ലാം വെറുതെ ആവില്ലേ? എന്റെ പഠിത്തത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. നീ പറയുന്നതും ശരിയാ മോനെ. അല്ലേലും കല്യാണം നീയല്ലേ മുന്നിൽ ഇത് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് നിശ്ചയത്തിന് നീ വന്നില്ലേലും കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൈകാര്യം ചെയ്തോളാം. അല്ല, അച്ഛനെന്താ ഉറങ്ങാത്തത്? നാളെ ഒരു കുഴപ്പമില്ലാതെ നിശ്ചയം നടക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു പേടിയും മനസ്സിലുണ്ട്. എത്ര നേരം കണ്ണടച്ച് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. നിശ്ചയം ഒരു കുഴപ്പമില്ലാതെ നടക്കും. അച്ഛൻ പേടിക്കാതെ പോയി ഉറങ്ങിക്കോളൂ. ശരി മോനെ. കാർത്തി, എന്താ അച്ഛാ? നടേശന്റെ അടുത്ത് വീട് പണയം വെച്ച കാശ് വാങ്ങുമ്പോൾ അയാളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം അച്ഛാ? ഇന്നത്തെ കാലത്ത് ആൺപിള്ളേരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവർക്ക് ഉത്തരവാദിത്വമില്ലെന്നും അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോ നിന്റെ അമ്മ എടുത്തിയാടി നടേശന് മറുപടി കൊടുത്തു. എന്റെ മോൻ മറ്റുള്ളവരെ പോലെ അല്ല, നല്ല ഉത്തരവാദിത്വമുള്ളവനാണെന്നും ഈ കുടുംബത്തിന്റെ നെടുന്തൂണാണെന്നുമാ അവൾ പറഞ്ഞത്. നിന്റെ മേലെ അവൾക്ക് അത്ര വിശ്വാസമാ മോനെ. നിന്റെ അമ്മ പറഞ്ഞത് സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് തവണ നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ട് കാണും എന്ന് കരുതി നിന്നെ എനിക്ക് വിശ്വാസമല്ലെന്നല്ല. നിന്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും കാലം ഞാനത് നിന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നുന്നു. ലക്ഷ്മിയുടെ കല്യാണത്തിന് ശേഷം പാറുണ്ട് ഉത്തരവാദിത്വം നിനക്ക് തന്നെ. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായി നടക്കുന്നവളവള്. അവളെയും നല്ല രീതിയിൽ നമുക്ക് കല്യാണം കഴിപ്പിച്ചു വിടണം. ശരി, നാളെ കുറേ ജോലിയുള്ളതല്ലേ, ഞാൻ പോയിന്ന് കിടക്കട്ടെ. നിനക്കെൻ്റെ രാവിലെ നോട്ട്സ് വാങ്ങാൻ പോകേണ്ടതല്ലേ? വേഗം പോയി ഉറക്കാൻ നോക്ക്. ശരി അച്ഛാ. ഇവിടെ മതി. വാ ബേട്ട. കേൾക്കും.
കുട്ടാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. ശരി ചേട്ടാ. ആ പിന്നെ ദാ അവിടെയും കൂടെ വേണം. പയ്യനും കൂട്ടനും ഉടനെ എത്തും. ശരി ഇട്ടേക്കാം. ആ പിന്നെ ഞാൻ നോക്ക്. ആ ചേട്ടാ. ഈ സൈഡിലും 2-3 വേണം. അങ്ങോട്ടല്ലേ? ആ ഇട്ടേക്കാം. ആ അല്ലേ, നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വന്നവരല്ലേ? നേരെ അകത്തോട്ട് പോട്ട്. പെണ്ണ് അവിടെ ഉണ്ട്, വേഗം റെഡിയാക്കണേ. കായൊക്കെ നോക്കാം. കൊള്ളാത്ത കായ. വെറുതെ സംസാരിച്ചിരിക്കാതെ വേഗം പണി ചെയ്യാൻ നോക്ക്. ശരി, പച്ചക്കറി ഇന്ന് അരിഞ്ഞു തീരുവോ? നിശ്ചയം ഇന്നാണ്, നാളെ അല്ല. മോഹനാണ്. ആ എന്താട്ടാ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവരുത്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പോകരുത്. അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ ടെൻഷൻ അടിക്കുന്ന വേണ്ട. ഒരു കുറവുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാ. ആ നടക്കട്ടെ. വെറുതെ നോക്കി നിൽക്കാതെ ചെയ്യാം. ഇരിപ്പ് അരിഞ്ഞിരും. ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് മോളെ. സന്തോഷം അമ്മേ. അമ്മ അങ്ങോട്ടേക്ക്. ശരി മോളെ. ഓ, ഈ വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കാനായിട്ട് ഒരൊറ്റ ഒരെണ്ണത്തിനെയും കാണുന്നില്ല. ഇതൊക്കെ എവിടെ പോയി കിടക്കുകയാണാവോ? എടീ, നീയൊക്കെ എവിടെ പോയി കിടക്കോ ഇത്? എടീ പാറു, പാറുവേ. അമ്മേ, നിന്റെ ചേട്ടൻ എവിടെയടി? അമ്മേ, ഇന്ന് രാവിലെ മുതലേ ചേട്ടനെ കാണുന്നില്ല. അതാ എനിക്ക് മനസ്സിലാകാത്തത്. നിന്റെ അച്ഛനെ അവനെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച് ടൗണിലോട്ട് വിട്ടു കാണും. എപ്പോ ആർക്ക് എന്ത് ജോലി ഏൽപ്പിക്കണോന്ന് നിന്റെ അച്ഛന് ഒരു ധാരണയില്ല.